ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദേവിക. സോ എൻ്റെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ടാനൊക്കെ ഉണ്ടാകുന്ന അത് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ പിമ്പിൾ വന്ന മാർക്ക് മാറ്റാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് നാൽപ്പാമരാതി തൈലം. സോ ഇതിൻ്റെ റിവ്യൂ ആണ്, പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ സൈഡ് എഫക്ട്സ് ബെനിഫിറ്റ്സിനെയും പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ഈ നാൽപ്പാമരാതി എണ്ണ രണ്ട് തരത്തിലുണ്ട്. നാൽപ്പാമരാതി തൈലമുണ്ട്, പിന്നെ നാൽപ്പാമരാതി കേര തൈലമുണ്ട്. കേര തൈലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കോക്കനട്ട് ഓയിൽ ബേസ്ഡ് വരുന്നതാണ്. ഇത് വരുന്നത് നമ്മുടെ എള്ളെണ്ണ ആ ഒരു ഇതിൽ വരുന്നതാണ് നാൽപ്പാമരാതി തൈലം എന്ന് പറയുന്നത്. ആൻഡ് നാൽപ്പാമരാതി തൈലം കുറച്ചൊരു തിക്കാണ്, ആൻഡ് കേര തൈലം കൂടി തിക്നെസ് കുറവാണ്. നമ്മുടെ വെളിച്ചെണ്ണയില്ലേ അതുപോലെ കുറച്ച് തിക്ക് കുറവാണ്. സാധാരണ മറ്റുള്ള എണ്ണയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കുറച്ച് തിക്നെസ് കുറവാണ്. സോ ഓയിലി സ്കിന്നുള്ളവരും കോമ്പിനേഷൻ സ്കിന്നുള്ളവരും ഈ നാൽപ്പാമരാതി കേര തൈലം, ഇത് കേര തൈലമാണ്. ഞാൻ മറ്റേ തൈലം യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കേര തൈലം രണ്ടാമത് വാങ്ങിച്ചത് കേര തൈലമാണ്. ആദ്യം വാങ്ങിച്ചത് ഞാൻ തൈലം, വെറും തൈലം അതായിരുന്നു ആദ്യം വാങ്ങിച്ചത്. പക്ഷെ അതെന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം ഒരു ഭയങ്കര കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഈ തരിതരി പോലത്തെ പിമ്പിൾസ് വരുന്നുണ്ടായിരുന്നു. സോ എൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു ഓയിലി സ്കിൻ ആ ഒരു ഇതിൽ വരുന്ന സ്കിന്നാണ്. സോ എനിക്ക് കേര തൈലമായിരുന്നു കൂടുതൽ ആപ്റ്റായിട്ടുള്ളത്. പക്ഷെ ഞാൻ അറിയാണ്ട് സത്യം പറഞ്ഞാൽ വാങ്ങിച്ചതാണ് ആദ്യം. അത് യൂസ് ചെയ്യുമ്പോഴത്തേനും പിന്നെ അത് കുറച്ചൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓയിലാണ്. സോ നമ്മുടെ സ്കിന്നിലെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കൂട്ടും. അത് യൂസ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഓയിലി സ്കിൻ അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരും ഈ നാൽപ്പാമരാതി കേര തൈലം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത് വാങ്ങിച്ചതാണ് നാൽപ്പാമരാതി കേര തൈലം. ഞാൻ മറ്റത് യൂസ് ചെയ്യുമായിരുന്നു, പക്ഷെ ഇതാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഇടവിട്ട് യൂസ് ചെയ്യുമായിരുന്നു. മറ്റതാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഒരു തിക്നെസ് ആയിട്ട് കറക്റ്റായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ കുറച്ച് പിമ്പിൾസ് വരാനായിട്ട് തുടങ്ങി. സോ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ഞാൻ ഒരാഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യുക, അതായത് മുഖം ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യാൻ ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു തൈലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് സത്യം പറഞ്ഞാൽ ഞാൻ തൈലം വാങ്ങിക്കാൻ തന്നെയാണ് പോയത്, പക്ഷെ അവിടെ ഇല്ലായിരുന്നു. സോ അങ്ങനെ എന്നെ കേര തൈലം വാങ്ങിച്ചത്. വാങ്ങിയിട്ട് ഇങ്ങ് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുന്നത് കേര തൈലമാണ്. പക്ഷെ എനിക്ക് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും കുറച്ചും കൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. കാര്യം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം ഭയങ്കര ഒരു തിക്കായിട്ടുള്ള ഒരു ഇതല്ല. അത്യാവശ്യം കുറച്ചു സോഫ്റ്റാണ് നമ്മുടെ സ്കിന്നിൽ. പക്ഷെ ഡ്രൈ സ്കിന്നുള്ളവർ മറ്റേ തൈലം യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓയിലി കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നുള്ളവർ ഇത് നമ്മുടെ കേര തൈലം യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ ഈ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ടൈപ്പ് വരുന്നവർ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഓയിലും ഒഴിവാക്കുന്നതാണ് ബെറ്റർ ഗൈസ്. ഞാൻ കോമഡി ആയിട്ട് പറയുമല്ല, രണ്ട് ടൈപ്പ് ഓയിലും ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം അത് പോഴ്സ് ക്ലോഗ് ആയിട്ട് വീണ്ടും പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ഓയിലി ആയിട്ടുള്ള പിമ്പിൾ പ്രോൺ ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് പിമ്പിൾ വരുന്നവർ രണ്ടും ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ കുറച്ച് എന്നെ പോലെ ഒരു മീഡിയം ഓയിലി അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിക്ക് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും പണി കിട്ടും, കുരുക്കൾ വരും. മെയിൻലി ഈ കുഞ്ഞു കുഞ്ഞു തരി പോലത്തെ കുരുക്കളായിരിക്കും ഇത് വരുന്നത്. സോ കോമ്പിനേഷൻ സ്കിന്നും ആൻഡ് ഒരു ഓയിൽ ടൈപ്പ് സ്കിന്നോ എക്സ്ട്രീംലി ഓയിൽ ആയിട്ടുള്ളവർ ഞാൻ ഇത് ഉപയോഗിക്കാനായിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാര്യം നിങ്ങൾക്ക് പിമ്പിൾ വീണ്ടും വേഴ്സ് ആവത്തേ ഉള്ളൂ. സോ ഒരു മീഡിയം ഓയിലി ഉള്ളവർ അത്യാവശ്യം യൂസ് ചെയ്യുന്നത് നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് റിമൂവ് ചെയ്യുക. ഈ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫേസ് പാക്ക് ഇട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കളയുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ ഒരു ഓയിൽ ഞാൻ എങ്ങനെ യൂസ് ചെയ്തു, ഏത് ടൈമിൽ യൂസ് ചെയ്തു, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മുഖം കെയർ ചെയ്തത് എന്നൊക്കെ ഉള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഞാനിത് യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യത്തില്ല. ഒരു ദിവസം ഇടവിട്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ടൈം കിട്ടിയില്ലെങ്കിൽ 2 ദിവസം ഇടവിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഞാൻ മിക്കവാറും തല കുളിക്കുന്ന ദിവസമായിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലപ്പം ടൈം കിട്ടിയില്ല എങ്കിൽ ചിലപ്പം സ്കിപ്പ് ആവാറുണ്ട്. എന്നാലും ഒരാഴ്ചയിൽ ഒരു 3 ദിവസം മസ്റ്റായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ആൻഡ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് വൈകിട്ട് കുളിക്കുന്ന ടൈമിൽ ഒരുപാട് സമയം നിട്ടേക്കത്തില്ല. ഏറ്റവും കൂടി പോയ ഒരു 10 മിനിറ്റ്. സമയം കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഞാൻ 5 മിനിറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് കുറച്ച് കയ്യിലെടുത്ത്
ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ 2-3 മിനിറ്റ് മസാജ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മുഖത്തുള്ള ചില വൈറ്റ് ഹെഡ്സ് ആയാലും ബ്ലാക്ക് ഹെഡ്സ് ആയാലും ഇളകി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തരിതരിയായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഈ മൂക്കിന്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിക്ക് നിർത്താണ്ട് ഒരു മിനിറ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ജസ്റ്റ് ഇങ്ങനെ ഇളകി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് മുഖം ഒന്ന് എന്താ പറയുക ക്ലീൻ ആയ പോലെ, പോഴ്സൊക്കെ ഒന്ന് ക്ലീൻ ആയതുപോലെ നമുക്ക് ഫീൽ ആവും. അത്യാവശ്യം ഒരു നല്ല ഗ്ലോ തന്നെ മുഖത്തിന് കൊണ്ടുവരുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 1-2 മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ എന്തെങ്കിലും ഒരു പാക്ക്, ചിലപ്പോൾ കടലമാവായിരിക്കാം, ചിലപ്പോൾ പയറുപൊടി ആയിരിക്കാം, ചിലപ്പം പയറുപൊടി മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ആയിരിക്കാം, എന്തെങ്കിലും കുറച്ച് വെള്ളത്തിൽ തന്നെ ഞാൻ കുഴയ്ക്കാറുള്ളൂ. വെള്ളത്തിൽ കുഴച്ചിട്ട് അത്യാവശ്യം ഒരു 10 മിനിറ്റ് മുഖത്ത്, അതായത് അതൊന്ന് ഉണങ്ങും വരെ, 10 മിനിറ്റ് അല്ല, ഒരു 15 മിനിറ്റോളം ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഇത് ഒരു ഔട്ടർ ലെയർ, അതിൻ്റെ ഇട്ടേക്കുന്ന ഒരു ഔട്ടർ ലെയർ അത് റിമൂവ് ആവും ഇത് ഫേസ് പാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഫേസ് പാക്ക് കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഫേസ് വാഷും കൂടി യൂസ് ചെയ്ത് കഴുകുമായിരുന്നു. കാര്യം എൻ്റെ പെട്ടെന്ന് പിമ്പിൾസ് വരുന്ന സ്കിന്നാണ്. എന്നാൽ എക്സ്ട്രീംലി ഓയിലി അല്ല, എന്നാൽ ഒരു മീഡിയം ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ്. പോഴ്സ് ക്ലോഗ് ആവാനായിട്ട് സാധ്യതയുണ്ട്. സോ അത് തടയാൻ വേണ്ടി തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് മുഖം ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് അവരുടെ മുഖം ഡള്ളാവുന്നു എന്നൊരിത്. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുമ്പോഴത്തേനും, ഞാൻ ഈ ഒരു എണ്ണ യൂസ് ചെയ്യുന്നതിൻ്റെ അന്ന് എൻ്റെ മുഖം, അതായത് ഞാൻ മിക്കവാറും സന്ധ്യയ്ക്കായിരിക്കും കുളിക്കാറ്. സോ അന്ന് എനിക്ക് ആ ഒരു രാത്രി ആ ഒരു ടൈമിൽ മൊത്തം മുഖം കുറച്ച് ഡള്ളായിട്ട്, അതായത് ഡള്ളല്ല, ഒരു എന്താ പറയുക, ഇതിൽ മഞ്ഞയുടെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ മുഖം ഒരു മഞ്ഞപ്പ് ആ ഒരു കൈൻഡ് ഓഫ് കളറായിരിക്കും. നമുക്ക് തന്നെ മുഖത്തൊരു എന്താ പറയുക, ഒരു ഡൾനെസ് തോന്നിക്കും. ഡള്ളായിട്ട് കുറച്ചൊരു ടാൻ അടിച്ചിരിക്കും പോലെ ആ ഒരു കണക്കൊരു കളർ നമ്മുടെ മുഖത്ത് തോന്നിക്കും. പക്ഷെ പിറ്റേന്ന് രാവിലെ എണീറ്റ് ഒന്നും കൂടി ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു ഡൾനെസ് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ മഞ്ഞയുടെ ടിന്റ് ഉണ്ട്. ആ ഒരു ടിന്റ് നമ്മുടെ ഫേസിൽ വരുമ്പോഴത്തേനും നമ്മളെ ഈ ഒരു കളർ ഇല്യൂഷൻ പോലെ നമുക്കൊരു ഡൾനെസ് തോന്നുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഇത് തേച്ചു എന്നും പറഞ്ഞിട്ട് മുഖത്ത് ഒരു ഡൾനെസ് പ്രത്യേകം വന്നു എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കത് നല്ല എഫക്റ്റീവായിരുന്നു. പിന്നെ നമ്മളിത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു തൈലം എന്ന് പറയുന്നത് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇത് തേച്ചത് ഇപ്പം ഞാൻ പൊതുവെ ഒരു സന്ധ്യ ടൈമിലായിരിക്കും കുളിക്കുന്നത്. മിക്കവാറും ദിവസം ഞാൻ അങ്ങനെ ആയിരിക്കും കുളിക്കുന്നത്. സോ ഞാൻ അത് കഴിഞ്ഞിട്ട് വെയിലത്തിറങ്ങാനുള്ള സാധ്യതയില്ല. അത് കഴിഞ്ഞിട്ട് രാത്രിയല്ല, അപ്പം ഞാൻ വെയിലത്തിറങ്ങാനുള്ള സാധ്യതയില്ല. സോ ഈ പകല് കുളിക്കുന്നവരൊക്കെ കാണും. അവരൊക്കെ ആണെങ്കിൽ ഇത് തേച്ചിട്ട് പുറത്തെന്തെങ്കിലും ജോലി ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോഴത്തേനും വെയിൽ ആ ഒരു ടൈമിൽ നമ്മുടെ മുഖം അത്യാവശ്യം നല്ല സെൻസിറ്റീവായിട്ട് ഇരിക്കും. അപ്പോൾ വെയിലും കൂടി അടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, ഡൾനെസ് വരാനായിട്ട് സാധ്യതയുണ്ട്. സോ അത് ഒഴിവാക്കുക. ഈ ഒരു തൈലം തേച്ചുകൊണ്ട് വെയിലത്തിറങ്ങാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് യൂസ് ചെയ്ത് ഞാനിപ്പോൾ വൈകിട്ടാണ് യൂസ് ചെയ്യാറ്. പിന്നെ പിറ്റേന്ന് രാവിലെ പകല് പുറത്തു പോയോ അല്ല എന്തെങ്കിലും പുറത്തിറങ്ങി വെയിലത്ത് എന്തെങ്കിലും പണിയെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതിൻ്റെ സൺസ്ക്രീൻ ആയാലും 100% പ്രൊട്ടക്ഷൻ തരുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ എന്തെങ്കിലും ക്യാപ്പോ എന്തെങ്കിലും കൊടയോ അല്ല എന്തെങ്കിലും മറ്റേ സ്കാർഫ് പോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ വീണ്ടും പറയുവാണ്, ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ നല്ല രീതിയിൽ അത് വാഷ് ചെയ്ത് കളഞ്ഞില്ല എങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ളവർക്ക് പിമ്പിൾസ് വരാനായിട്ട് ഒരു ബെസ്റ്റ് കാരണമായിട്ട് മാറും ഇത്. സോ നമ്മൾ എന്ത് ചെയ്യാം, മെയിനായിട്ടും ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വാഷ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആ ഒരു ഓയിലിനെസ് ഇല്ലാണ്ട് 100% വാഷ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പോഴ്സ് ക്ലോഗ് ആയിട്ട് പിമ്പിൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അവസാനം നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേനും കെയർഫുള്ളി നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് തരും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തുവാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ ഇത് ഇട്ടുകൊണ്ട് വെയിലത്തിറങ്ങുവാണെങ്കിൽ മുഖം ഡള്ളാവുകയും അല്ല ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല എങ്കിൽ മുഖത്ത് പിമ്പിൾ വരാനും കാരണമാകുന്നു. ഇപ്പം നിങ്ങളുടെ മുഖത്ത് ഇപ്പം ആക്റ്റീവായിട്ട് ആക്നീസ് കുറച്ച് ഇവിടെ രണ്ടെണ്ണം ആ ഒരു രീതിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഒന്നെങ്കിൽ ഈ ഒരു ഓയിൽ ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുഖത്ത് ഈ ഒരു ഓയിൽ ഡാബ് ചെയ്ത് വെക്കുക. മസാജ് ചെയ്യുന്നത് ഒഴിവാക്കുക. കാര്യം നമ്മൾ ഈ ഒരു ഓയിലും കൂടി ഇട്ടിട്ട് ആ പിമ്പിൾസിൻ്റെ പുറത്തോടെ മസാജ് ചെയ്യുമ്പോഴത്തേനും ആ പിമ്പിൾസ് വീണ്ടും സെൻസിറ്റീവായിട്ട് അത് വീണ്ടും വേഴ്സ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം,
ആ ഒരു എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു ടൈമിൽ ഈ ഒരു ഓയിൽ ഒഴിവാക്കുന്നതാണ് ബെറ്റർ. ആ ഒരു പിമ്പിൾ കാം ഡൗൺ ആയി കഴിഞ്ഞതിന് ശേഷം പിമ്പിളിൻ്റെ മാർക്സ് മാറ്റാനായിട്ട് നമുക്ക് നല്ല നല്ല യൂസ്ഫുൾ ആണ് പിമ്പിൾസിൻ്റെ മാർക്സ് മാറ്റാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോയി ഡൂയി ഫിനിഷ് കൊണ്ടുവരാനായിട്ടും നല്ല ഒരു റിസൾട്ട് തരുന്ന ഒരു ഓയിലാണ് ഇതെന്ന് പറയുന്നത്. കണ്ടറിയാൻ എന്താ ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഓയിലാണ്. കാര്യം ഇതിൻ്റെ റേറ്റ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിലും ഒരു 160 രൂപ ആ ഒരു സംതിങ്ങേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ബോട്ടിൽ അത്യാവശ്യം നമ്മളിപ്പോൾ ബോഡി ഫേസ് യൂസ് ചെയ്യുവാണെങ്കിലും ബോഡി ടാനും മാറ്റാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ബോഡി ഫേസ് യൂസ് ചെയ്യുവാണെങ്കിലും എനിക്കൊരു 1 മാസം നിൽക്കും, ബോഡി ഉൾപ്പെടെ യൂസ് ചെയ്യുകയാണെങ്കിൽ. അല്ല ഫേസിൽ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസത്തോളം സുഖമായിട്ട് പോകും ഗൈസ്. സോ ആ ഒരു റേറ്റിൻ്റെ ബേസ് വെച്ച് നോക്കുകയാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന ഒരു ഓയിലാണിത്. പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണിത്, കോട്ടയ്ക്കലിൻ്റെ തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് കൂടുതലും റിസൾട്ട് തന്നിട്ടുള്ളത് കോട്ടയ്ക്കലിൻ്റെ ആണ്. അത്യാവശ്യം ഒരു അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് തരുന്നതാണത്. ഈ ഫേസ് യോഗ ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ നമ്മൾ ഈ ഗുവാഷ ഫേസിൽ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ, അവർ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഓയിൽ ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഗ്ലൈഡിങ് ആ ഒരു ഫീല് മുഖത്തുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ഡ്രൈ സ്കിന്നിലിട്ട് ഇങ്ങനെ മാന്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ ഫ്രിക്ഷൻ, അത് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക അല്ലാണ്ട് ജസ്റ്റ് കൈ കൊണ്ട് മസാജ് ചെയ്യാനും നമുക്ക് ഈ ഒരു ഓയിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തെ പോഴ്സ് ഒന്ന് ടൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൽ മഞ്ഞയുടെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മുഖത്ത് വരുന്ന ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഗ്ലോ കൊണ്ടുവരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു ബ്രൈറ്റ്സ് ആവാൻ നിൽക്കുന്നവരൊക്കെ തന്നെ ഡെയിലി ബേസിസ്, അതായത് ഓയിലി അത്രയും എക്സ്ട്രീംലി ഓയിലി സ്കിന്നുള്ളവരല്ല, ഞാൻ പറഞ്ഞില്ലേ മീഡിയം ടു പിന്നെ ഡ്രൈ സ്കിൻ ആ ഒരു സ്കിൻ റേഞ്ചിൽ വരുന്നവർ ഈ ഒരു ഓയിൽ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 മന്ത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ ഞാനിത് വേറൊരു പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പം എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴത്തേനും കുറച്ച് മേക്കപ്പ് ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഫംഗ്ഷന് പോയിട്ട് വന്നിട്ട് അതൊന്ന് റിമൂവ് ചെയ്യാനെടുത്ത് അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു എമൗണ്ട് എടുത്ത് നമ്മുടെ ലിപ്സിൽ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോഴത്തേന് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ മെൽറ്റായി പോകുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മുകളിൽ കണ്ണിൻ്റെ മുകളിൽ കരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഐലാഷിൽ നമ്മുടെ ഈ മസ്കാരയൊക്കെ ഇടുന്നത് ജസ്റ്റ് കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിക്ക് മെൽറ്റായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ. അപ്പം നമുക്കൊരു മേക്കപ്പ് റിമൂവറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു എക്സ്ട്രീംലി ഓയിലി സ്കിന്നുള്ളത് പെട്ടെന്ന് ഈ പിമ്പിൾസ് വരുന്ന ആ ഒരു സ്കിൻ ടൈപ്പ് ഉള്ളവർ നിങ്ങൾക്കിത് യൂസ് ചെയ്യണമെന്ന് അത്രയും അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പിമ്പിൾസ് വന്നു പോയ മാർക്സ് നമുക്കിവിടെ കാണുമല്ലോ മൊത്തം, അവിടെ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ സ്പോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ്സോ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്യുക. അത് നിങ്ങൾ ഒരുപാട് സമയം മുഖത്ത് വെച്ചേക്കരുത്. കാര്യം ഇത് ഓയിലാണ്, ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡായിട്ട് വേറെ ഇങ്ങോട്ടൊക്കെ പിമ്പിൾസ് വരാനായിട്ട് സാധ്യതയുണ്ട്. സോ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് മുഖം ഒന്ന് ഫേസ് വാഷ് വെച്ച് കഴുകി കളഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട്, അതായത് ആ ഒരു മാർക്സ് കുറച്ചും കൂടി ബെറ്ററായിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. സോ നമുക്കൊരു ഓൾ ഇൻ വൺ പർപ്പസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം നമുക്ക് ഒരു ബോട്ടിൽ ഒരു 3 മാസത്തോളം, ഫേസിൽ മാത്രമാണെങ്കിൽ ഒരു 3 മാസത്തോളം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി കിടിലം ഓയിലാണിതെന്ന് പറയുന്നത്. നമുക്ക് ടാൻ റിമൂവ് ചെയ്യാൻ ബെസ്റ്റാണ്. നമ്മുടെ സ്കിന്നൊന്ന് ഒരു റേഡിയൻ ഗ്ലോ കൊണ്ടുവരാനായിട്ട് അടിപൊളിയാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ നാൽപ്പാമരാഗ തൈലത്തിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ട്, അടിപൊളി ടാൻ റിമൂവ് ചെയ്യാൻ. വേറെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. ഈ നാൽപ്പാമരാതിയുടെ കൂടെ പെയർ ചെയ്ത് യൂസ് ചെയ്തപ്പോഴത്തേനും അതിൻ്റെ റിസൾട്ട് ഡബിൾ ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. സോ ആ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇത് ഒരുപാട് ലെന്തി ആയി പോവും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.